ചിന്തിക്കുന്നുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാ ഫ്രണ്ടിൽ കയറി ചെല്ലുമ്പോൾ നമ്മുടെ പോളിക്കുട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. പോളിക്കുട്ടൻ അനിയനോട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞത് അനിയൻ ക്ലീൻ ചെയ്തില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പൊടിയും ചൊലിയൊക്കെ ആയിട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബെറ്റിക്കുട്ടന് ഇനി റൈഡ് പയ്യെ കഴിഞ്ഞ് സെറ്റായി വരുന്നുണ്ട്. എനിക്ക് കംഫർട്ടബിളായി വരുന്നുണ്ട്. ഇനി കുറച്ച് ഹെവി റൈഡുകൾക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബെറ്റിക്കുട്ടൻ. ഞാൻ കാലത്ത് തന്നെ 2 ദിവസമായി ഞാൻ വാങ്ങി വെച്ച കരിക്ക് വീട്ടിലുണ്ടായിരുന്നു. കാലത്ത് തന്നെ കരിക്ക് കുടിക്കാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ് ഞാൻ കരിക്ക് വാങ്ങാറ് കേട്ടോ. ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് 44 രൂപയ്ക്ക് ഒരു കരിക്ക് കിട്ടും. ഭയങ്കര വാല്യൂ ഫോർ മണിയാണ്. സംഭവം കൊള്ളാം. പുറത്ത് 70 രൂപ 60 രൂപയാണ് കരിക്കിന്. അപ്പോൾ കാലത്ത് തന്നെ ഒരു കരിക്കും ചായ കുടിച്ചു, ഒരു ആപ്പിൾ കഴിച്ചു, 4 മുട്ട കഴിച്ചു. ഈ സമയം കൊണ്ട് എണീറ്റിട്ട് ഒരു അരമണിക്കൂറായിട്ടുള്ളൂ. ഈ സമയം കൊണ്ട് ഇതൊക്കെ കഴിച്ച് നമ്മൾ പയ്യെ ഓരോ പരിപാടികളിലേക്ക് കിടക്കാണ് സുഹൃത്തുക്കളെ. ഇന്ന് ആക്ച്വലി കടയിലേക്ക് തന്നെ പോകണം. ഷോപ്പിലേക്ക് ഒരു സർവീസ് വരുന്നുണ്ട്, ഒരു ബൈക്ക് സർവീസിനുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തെ എൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് പ്ലേ സ്റ്റേഷനിൽ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത ഗെയിം ഒരെണ്ണം വരുന്നുണ്ട്. ഗെയിമുകൾക്കൊക്കെ നല്ല വിലയാണ്. നമ്മുടെ പ്ലേ സ്റ്റേഷൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ ഉള്ള ഗെയിമുകൾ നമ്മുടെ GTA 5, കോൾ ഓഫ് ഡ്യൂട്ടി, അതുപോലെ തന്നെ ഇതുണ്ട് റെഡ് ഡെഡ് റിഡംപ്ഷൻ. ഇതെല്ലാം ചെയ്ത് ഗെയിം കളിച്ച് കഴിഞ്ഞതാണ്. ഇത് മാത്രമേ കഴിയാത്തതുള്ളൂ, GTA 5 മാത്രം. അപ്പോൾ ഒരു ഗെയിം കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാ ഗെയിമും കഴിഞ്ഞല്ലോ, വേറെ രണ്ടിനെ കഴിയാനുള്ളൂ. GTA 5 ഞാൻ എപ്പോഴും ഇരുന്ന് കളിക്കാറില്ല. അപ്പോൾ ഇനി ഞാൻ കരിക്ക് കുടിച്ച് നമ്മൾ ഗെയിം ഡെലിവറി ഉണ്ടെന്നുകൊണ്ട് ഇന്ന് 11-ാം തീയതി ഡെലിവറി ചെയ്യുന്ന പറഞ്ഞത്. അപ്പോൾ അത് ചെയ്യണം, കടയിൽ പോകണം, ചെറിയ പരിപാടികൾ. സോ സ്റ്റേ ട്യൂൺഡ് ഗൈസ്, ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മുടെ കടയുടെ ടേബിളിൻ്റെ കോലം കണ്ടേ, ഇതൊക്കെ ഒതുക്കണം കേട്ടോ. നമുക്ക് കുറച്ച് പ്രൊഡക്ട്സ് എക്സ്ട്രാ വന്നതാണ്. ലൂബ്, ഇത് നല്ലൊരു ലൂബാട്ടോ. എനിക്ക് കുറേ ഭാഗത്തുനിന്ന് റിവ്യൂ കിട്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഓൾ വെതർ ലൂബ് 700 രൂപയാണ് റേറ്റ് വരുന്നത്. ഫ്രീ ഷിപ്പിങ്ങും എല്ലാം വരുന്നുണ്ട് കേട്ടോ. 699 രൂപ ആണ് റേറ്റ് വരുന്നത്. ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് വന്നിട്ടുള്ള വണ്ടിയാണ് കേട്ടോ, മെറീഡയുടെ വണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് മെറീഡയുടെ വണ്ടി. നമ്മളിനി എല്ലാ മെറീഡയുടെ വണ്ടിയും നമുക്ക് ഇനി ഇവിടെ ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ മെറീഡയുടെ ബൈക്ക് വേണ്ടവർ ഇനി നമുക്ക് ജോഷ് ബൈക്സിലേക്ക് വിളിച്ചാൽ മതി. മെറീഡയുടെ എല്ലാ മോഡൽസും നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് വന്നിട്ടുള്ള മോഡലാണ് മെറീഡയുടെ ബിഗ് നയൻ ഗൈസ്. ബിഗ് 9 മോഡൽ കേട്ടോ. നല്ല സസ്പെൻഷനും എല്ലാം ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇത് ട്രക്ക് ഇവിടെ ഒരെണ്ണം കൊടുക്കാൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. 30,000 രൂപയ്ക്ക് താഴെ ഒരു യൂസ്ഡ് പ്രീമിയം ബൈക്കിൽ ട്രക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ബറ്റാലിയൻ്റെ ഒരു ബൈക്ക് ഫുൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സർവീസ് ചെയ്ത് അത് അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ബറ്റാലിയൻ വന്നിട്ടുള്ള പെട്ടിയാട്ടോ. അപ്പോൾ ഇതൊക്കെ സർവീസിനുള്ളതാണ്. നല്ല പണിയാണ്. കാലത്ത് ഇപ്പോൾ ഒന്നാമെന്നറിയാം, ഞാൻ 9 മണിയായപ്പോൾ ഇങ്ങോട്ട് വന്നു. 9:30 കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. 9:30 കഴിഞ്ഞിട്ട് വന്നിട്ട് ഉച്ചയ്ക്ക് ഒരു അരമണിക്കൂർ ഭക്ഷണം കഴിക്കാൻ പോയി. ഇപ്പോൾ 4 മണിയാണ് സമയം വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം അവിടെ തന്നെയായിരുന്നു സുഹൃത്തുക്കളെ, കടയിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല പണിയാണ്. സർവീസാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത് കേട്ടോ. നമുക്ക് 3-4 വണ്ടികൾ സർവീസ് വന്നിട്ടുണ്ട്. ടോഡിൻ്റെ ഫാക്ടറിയിൽ നിന്ന് ലാസ്റ്റത്തെ പീസുകളാണ്. അപ്പോൾ അതൊന്ന് സർവീസ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യണം പണികൾ, അങ്ങനെ ചെറിയ നുറുക്ക് പണികൾ കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ, ഷോപ്പിൻ്റെ തിരക്കുകൾ, പരിപാടികൾ. അപ്പോൾ ഇതാണ് പരിപാടികൾ ഗൈസ്. ഒന്ന് ഒതുങ്ങട്ടെ കേട്ടോ. ഒതുങ്ങിയിട്ട് അടുത്ത പരിപാടി പിടിക്കാം നമുക്ക്. അമ്മ കുറച്ച് നാളായിട്ടൊരു പരാതി പറയുന്നുണ്ട്. എന്താ പരാതി എന്ന് ചോദിക്കുകയാണെങ്കിൽ, മിക്സി ഇവിടുത്തെ കംപ്ലൈൻ്റ് ആണ്. 12 വർഷമായിട്ട് ഉപയോഗിക്കുന്നൊരു മിക്സിയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടില്ല, ഒരെണ്ണം വാങ്ങണം. ഈ മിക്സി അങ്ങനെയാണ്, ഇത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പ്രശ്നമാണ്, ഇത് നന്നാക്ക്, എൻ്റെ പണികൾ നടക്കില്ല, അങ്ങനത്തെ ആ ഒരു ഇത് ഉണ്ടാവുമല്ലോ. ലൈക്ക് ആ ഒരു ഇത് മനസ്സിലാവുമല്ലോ വീടുകളിൽ, അമ്മമാരുടെ ഇതുകൾ. അപ്പോൾ അങ്ങനെ കുറച്ച് നാളെ പറയുന്നു. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഇന്ന് ഈവനിങ് ജിമ്മിന് പോകുന്ന സമയത്ത് 8:30 വരെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ആ കട. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അവിടെ പോയിട്ട് നമുക്ക് നല്ല ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് പറ്റിയിട്ടുള്ള ഒരു മിക്സി തന്നെ വാങ്ങിയിട്ട് അമ്മയ്ക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കണം. ചെറിയൊരു സർപ്രൈസ് അല്ല, 2-3 ദിവസം അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മിക്സി വാങ്ങണം, നോക്കണം, നല്ലത് നോക്കണം, അല്ലെങ്കിൽ ഇത് ശരിയാക്കി കൊണ്ടുപോകും എന്ന രീതിയിലുള്ള രീതിയിൽ
അപ്പോൾ നോക്കി നോക്കട്ടെ, നമുക്ക് നല്ലൊരു മിക്സി തന്നെ. എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പണ്ടേ കുക്കിങ്ങിൻ്റെ ഒരു പ്രാന്ത് ഉണ്ട്. അതുകൊണ്ട് കിച്ചൺ എനിക്ക് ചെറുതായിട്ട് കുക്ക് ചെയ്യാനും, ചെറുതായിട്ടല്ല, എനിക്ക് എല്ലാ സാധനവും കുക്ക് ചെയ്യാൻ അറിയാം. സാമ്പാറൊന്നും അറിയില്ല കേട്ടോ, സാമ്പാറൊന്നും അറിയില്ല. ചിക്കൻ, ബീഫ്, പിന്നെന്താ, സർവൈവ് ചെയ്ത് പോകാനുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് കുറച്ചായിട്ട് ഈ ഒരു ഇതിൽ കുറച്ച് ഐഡിയ ഉണ്ട്. അപ്പോൾ സുജാതയുടെ ഒരു മിക്സി വാങ്ങാൻ പ്ലാൻ ഉണ്ട്. ഞാൻ കഴിഞ്ഞ വട്ടം 10 കൊല്ലം മുന്നേ ഞാൻ പ്ലാൻ ചെയ്തതാണ് ഈ സാധനം വാങ്ങണം എന്നുള്ളത്. അന്ന് സമ്മതിച്ചിട്ടില്ല വീട്ടിൽ, കാരണം വില കൂടുതലായിന്. ഇപ്പോൾ നമുക്ക് കുറച്ച് വില കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടില്ല, പിന്നെ അമ്മയുടെ ഒരു ആഗ്രഹമല്ലേ. അപ്പോൾ നമുക്ക് നല്ലൊരു മിക്സി തന്നെ വാങ്ങിയിട്ട് കൊമേഴ്ഷ്യൽ പർപ്പസിന് പറ്റിയിട്ടുള്ള സാധനം നമുക്ക് ഹൗസ് ഹോൾഡ് പർപ്പസിന് വാങ്ങാം. സുജാതയുടെ അങ്ങനെയാണ് എല്ലാവരും ഞാൻ അന്വേഷിച്ചപ്പോൾ ഇത്ര ഈ കാലത്തൊട്ട് ഇടയിൽ ചെറിയ വീഡിയോസൊക്കെ കണ്ടു, ആ ഒരു ഇതിൽ ഞാൻ പറയണേ. അപ്പോൾ നമുക്ക് ചെറിയൊരു മിക്സി വാങ്ങിയിട്ട് നേരെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാം കേട്ടോ. സർപ്രൈസ് ഒന്നല്ല, എന്നാലും സർപ്രൈസ് ഉള്ള രീതിയിൽ. ഓക്കെ, നമുക്ക് ഈവനിങ് ജിമ്മിന് പോകുമ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് അതുകൂടിയും ചെയ്തിട്ട് പോകാം. അപ്പോൾ അതുകൂടിയും പറഞ്ഞിട്ട് വീഡിയോ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മളെടുത്ത ഇത് കേട്ടോ. മറ്റേ ഹോട്ടലുകളിലൊക്കെ കാണാറുണ്ട് സുജാതയുടെ സൂപ്പർ മിക്സ് എന്ന് പറഞ്ഞിട്ട്. ഇനി വീട്ടിൽ ജ്യൂസ് അടിക്കാം, നമുക്ക് പഴവും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നാൽ മതി. ഇതാണ് സാധനം വരുന്നത്. ഇതാണ് അമ്മ പറഞ്ഞത് കേട്ടോ. വേറെ വെലോർവെൻ്റ് ഉണ്ട്. ഇതിൻ്റെ താഴെയുള്ള ബട്ടർഫ്ലൈ എല്ലാ കമ്പനിയും ഉണ്ട്. ഇതല്ല ഏറ്റവും വില കൂടിയത് വരുന്നത്? സുജാതയിലാണോ വില കൂടിയത്? വാട്ട്സ് കൂടുതലാണ്. ഇത് 900 വാട്ട്സ് ഉണ്ട് കേട്ടോ. 900 വാട്ട്സ് ഇത് വരുന്നുണ്ട്. ബാക്കിയെല്ലാം 750 അങ്ങനത്തെ കുറവാണ്. ഇതാണ് ഏറ്റവും വാട്ട്സ് കൂടിയത്. സോ അമ്മയ്ക്ക് ഇത് മതിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇത് കൊടുക്കാം നമുക്ക്. അമ്മയ്ക്ക് സാധനം എത്തിയിട്ടുണ്ട്. സുജാത ബട്ടർഫ്ലൈയും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വേറെ ബട്ടർഫ്ലൈ ഇതൊന്നും വേണ്ട, സുജാത വേണം എന്നാണ് പറഞ്ഞത് കേട്ടോ അമ്മ. അപ്പോൾ നമ്മൾ സുജാത തന്നെ വാങ്ങി കൊടുത്തിട്ടുണ്ട് അമ്മയ്ക്ക്. ഇനി എല്ലാ ദിവസവും എനിക്ക് ജ്യൂസ് അമ്മ അടിച്ചു തരും. എല്ലാവർക്കും ജ്യൂസ് അടിക്കാട്ടാ. ഇത് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. 900 വാട്ടിന്റെ 900 വാട്ട്സിന്റെ 900 വാട്ടിന്റെ ഇതാണ് വരുന്നത് കേട്ടോ ആക്ച്വലി ഇതിന്. അപ്പോൾ ഇത് കൊമേഴ്ഷ്യൽ പർപ്പസിനാണ് കൂടുതലും ഈ സംഭവം ഉപയോഗിക്കുക. പക്ഷേ ഇപ്പോൾ ഹൗസ് ഹോൾഡ് ഇതിനും കുറേ പേര് ഉപയോഗിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ യെസ്, ആ കാർഡ് 2 വർഷത്തേക്ക് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ മാറ്റി വെച്ചേ പാത്രം. കാർഡ് കാർഡ് വൈറ്റ് ഒറ്റ കളറുള്ളത്, വേറെ കളറൊന്നുമില്ല. നീ നിനക്ക് വീഡിയോയിൽ വരണോണ്ട് കുഴപ്പമില്ല ജോഹനെ എടുക്കാല്ലേ? ഓക്കെ, പറയാൻ പറ്റില്ല, കൺസെന്റ് ചോദിക്കണേ അല്ലേ? ആ ഇതാണ് സാധനം വരുന്നത്. സുജാത, ഇതാണ് സുജാത. ബ്ലാക്കാ? ആ ബ്ലാക്ക്. ബ്ലാക്ക് 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 ബ്ലാക്കാ. അതിന് ഗ്യാരണ്ടി ഉണ്ട്, 2 കൊല്ലത്തേക്ക് ഇതിന് ഗ്യാരണ്ടി ഉണ്ട്. ആ ബുക്ക് കൊടുക്കടാ. ആ തന്നെ ആ ബുക്ക്. ആ അതെ, അടിയിൽ സീൽ ചെയ്തിട്ടുണ്ട്. ഇതില് നമുക്ക് ഈ ഒരു സാധനം ഉണ്ട്. ഇതിന്റെ പവർ ഭയങ്കര പവറാട്ടോ, നല്ല പവർ ഉണ്ട്. ഇത് 3 ക്യാൻ. ആ ഷെയ്ക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റിയ സാധനം അത്. ഇവിടെ ഉണ്ടല്ലോ. ഇതാണ് സാധനം. ഓ ഇത് പക്ക. ഇത് കൊറേ കഫേലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സാധനം. നോക്കി 900 വാട്ട് 900 പവർ. 550 ബട്ടർഫ്ലൈ. അത് 12 വർഷം ഉപയോഗിച്ചു ഇല്ലേ? ഇതതിനാണ് അവര് പറയണതേ, ഭയങ്കര ലൈഫ് ലോങ് നിൽക്കുന്നു. വെള്ളം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലേക്ക് വെയിലത്ത് വെക്കണമെന്ന്. വെള്ളം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം പോകരുത്. വെള്ളം പോയാൽ പണിയാ. ഉള്ളിലേക്ക് വെള്ളം ആവരുത്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞ. 1 year 2 year അത്
2 ഇയർ ഉണ്ട്. വേറെ ഒരെണ്ണുണ്ട് 3000 രൂപ ഉള്ളു. 5 വർഷം വാറണ്ടി ഉള്ളതുണ്ട്. അതേതാ സുജാത? അത് ചെറുതാ, ഇതിന്റെ ചെറുതാ. ഇത് 900 വാട്ടല്ലേ, അത് 700 ഉള്ളു. ഏതാ? അല്ലല്ല, ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിന്റെ. അപ്പോ ബ്ലാക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ആ സംഭവം എന്തായാലും സക്സസ്ഫുള്ളി കുറച്ച് ആരാ പപ്പായ ഇരിക്കുന്നുണ്ട്. ആദ്യം പപ്പായ ജ്യൂസ് തന്നെ എടുത്തോ. പപ്പായ ജ്യൂസ് തന്നെ ആദ്യം തന്നെ എടുക്കാം കേട്ടാ. പപ്പായ ജ്യൂസ് ഞാൻ ഉൾക്കാണം കഴിക്കണില്ല. അപ്പൊ കഴുകി വയ്ക്കില്ല, നീ തന്നെ ആവണട്ടാ. നീ കഴിച്ചോ, നീ ഉൾക്കാണം കുളിച്ച് സമാധാനം മതി. ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴേക്കും നിങ്ങൾ എനിക്ക് ജ്യൂസ് അടിച്ച് വെക്കാം. അത് നല്ലൊരു വലിയൊരു തീരുമാനാ. അതൊന്നും കുഴപ്പമില്ല, നെല്ലിക്ക ഇട്ടാലൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അരിഞ്ഞു പൊക്കോ. പവർ അത്ര പവർ സാധനം. ഞാനേ കുളിച്ചിട്ട് വരാം. നോക്കട്ടെ, ഇതിലേക്ക് കണക്ട് ആവില്ലടാ. ഗൈസ്, ആദ്യത്തെ ഉദ്ഘാടനം ഞാൻ തന്നെ കഴിക്കാന്ന് വിചാരിച്ചിട്ടാ. എന്ന് വെച്ച് കഴിഞ്ഞാ തന്നെ ഒന്നും നല്ലതുണ്ട്. മൊഹബത്ത് പുക സർബത്ത് ഗൈസ്. പാലും തണ്ണിമത്തനും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ. സ്പെഷ്യലാണിത്. എന്താ അടിക്കാറുണ്ട് ഇവിടെ? പാലും തണ്ണിമത്തനും കോമ്പിനേഷൻ. ജ്യൂസ് അടിക്കാണ്ടാവില്ലല്ലോ. ഏയ് നല്ലതാണത്. സോ തണ്ണിമത്തനിട്ട് സുജാതയുടെ ഒരു മഞ്ജു വാര്യരുടെ ഒരു പാടുണ്ടല്ലോ, സുജാത എന്ന് പറഞ്ഞിട്ട്. അതേതാ? മഞ്ജു വാര്യരുടെ മഞ്ജു വാര്യരുടെ ഒരു പടമുള്ളത് IAS ആവണത് എന്തോ ഇതുണ്ട് കേട്ടാ. അതെനിക്ക് ഓർമ്മ വന്നത്, സുജാത എന്ന് പറയുമ്പോട്ടാ. സോ പാലൊഴിക്കുന്നുണ്ട്. പിന്നെ പാലും പാല് പഞ്ചസാര തണ്ണിമത്തൻ. ഇതാണ് ഉദ്ഘാടനം കഴിക്കണത്. ഏത്? അത് കട്ടയില്ല, നമുക്ക് കട്ടപ്പാല് വേണം. അതാണ് കട്ട അടിയാൻ നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട്. ഇനി ആ മുഹൂർത്തത്തിലേക്ക് നമുക്ക് പോവാട്ടോ. നമ്മുടെ സുജാത വർക്കിംഗ് മുഹൂർത്തം. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടല്ലോ. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇതിന്റെ താഴെ ഇവിടെ ഒരു സ്വിച്ച് കണ്ട, ലോ മീഡിയം വിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്വിച്ച് ഉണ്ട്. അതെന്തിനാ ഉപയോഗിക്കുക? ഗ്രൈൻഡിങ് ആൻഡ് ബ്ലെൻഡിങ്. വിപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോ 2 അടി അടിച്ചിട്ടുണ്ട്. 2 അടി അടിച്ചിട്ട് ഇത് പിടിച്ചേ. അടിച്ച ആള് ആദ്യം കുടിച്ചു നോക്കട്ടെ. ഗ്ലാസ്സിലൊഴിക്കടാ. മധുരട്ടാ നീ ഒഴിഞ്ഞ് ഗ്ലാസ്സിലൊഴുകി. 3 ഗ്ലാസ്സിലൊഴുകി. നിങ്ങൾ ഗ്ലാസ്സിലൊഴിച്ച് വർമ്മ നോക്കിയിട്ട് കുടിച്ചാ മതി. അങ്ങനെ ഗ്ലാസ്സിലൊഴിക്കണല്ലേ? എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? പാലും പച്ചവെള്ളി തണവ് വേണം. സാധനം കൊള്ളാം. എനിക്കിഷ്ടായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഇഷ്ടമായി എനിക്ക്. അടിപൊളിയല്ലേ? ഇനി കട്ട സാധനം ഉണ്ടാക്കി നോക്കണം. പക്ഷെ ഈ പാൽ അത്രയ്ക്ക് കട്ടയല്ല, എന്നാലും സ്റ്റിൽ സാധനം കൊള്ളാം. അപ്പൊ ചിയേഴ്സ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ടേസ്റ്റ് ആയില്ലേ? ഇങ്ങനെ കുടിച്ചപ്പോഴാ രസമായ. കിടിലൻ സാധനല്ലേ? ടേസ്റ്റ് ഉണ്ടാ? സെറ്റ് അല്ലേ? ഇത് മുരിഞ്ഞു. ഇത് അടിപൊളി. നല്ല രസമുണ്ട്. അമ്മക്ക് ഇപ്പൊ അതൊരു രസം ഉണ്ടെന്ന് ഇങ്ങനെ തോന്നി വരണുള്ളൂ.
അപ്പോൾ എന്തായാലും ഇത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പരിപാടികൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ കിടലം വ്ളോഗായിട്ട് നാളെ 6 മണിക്കാണ്. ടിൽ ദെൻ ബൈ.